കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങൾ, കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശോയിൽ പ്രിയം നിറഞ്ഞവരെ, മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 18 മുതൽ 26 വരെയുള്ള വചനങ്ങളിൽ രക്തസ്രാവക്കാരി സ്ത്രീയുടെ അസുഖം മാറ്റുന്ന ജയറോസിൻ്റെ മകളെ ഉയർപ്പിക്കുന്ന ഈശോയെ നമ്മൾ കാണുന്നു. ഈ രണ്ട് ജീവിതങ്ങളിലും, ഒന്ന് രോഗത്താലും ഒന്ന് മരണത്താലും ഇരുൾ നിറഞ്ഞ ജീവിതങ്ങളിലേക്ക് ഈശോ ഇതാ വെളിച്ചമായി കടന്നു വരുന്ന അനുഭവമാണ് ഈ വചനഭാഗം. ഭരണാധിപനായ ആ മനുഷ്യൻ്റെ മകളെ ഉയർപ്പിക്കുവാൻ ഈശോയ്ക്ക് സാധിക്കുമെന്നുള്ള ആഴമേറിയ ആ വിശ്വാസം ആ മനുഷ്യന് എവിടെ നിന്നാണ് ലഭിച്ചത്? വായിച്ചു പഠിച്ചൊരു വിശ്വാസമായിരുന്നു എങ്കിൽ ആ മനുഷ്യനെങ്കിൽ തീർച്ചയായിട്ടും മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കാൻ ഒരുവന് സാധിക്കുമെന്ന് ആ മനുഷ്യൻ വിശ്വസിക്കുമായിരുന്നില്ല. കണ്ട് കേട്ടറിഞ്ഞ അനുഭവങ്ങളിലൂടെ ഉള്ളിൽ ആഴത്തിലായ വിശ്വാസത്തിൻ്റെ പ്രവർത്തനമാണ് ഈശോയെ, അങ്ങ് എൻ്റെ മകൾക്ക് ജീവൻ കൊടുത്താലും എന്ന് പറഞ്ഞ് അപേക്ഷിക്കുവാനായിട്ട് ആ മനുഷ്യനെ പ്രാപ്തനാക്കുന്നത്. എൻ്റെ മകളെ പൂർണ്ണമായും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ അങ്ങയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ള ആഴമേറിയ ബോധ്യത്തിൽ നിന്നാണ് ആ മനുഷ്യൻ ഈശോയോട് അപേക്ഷിക്കുന്നത്. രക്തസ്രാവക്കാരി സ്ത്രീ ആകട്ടെ വെറും നമുക്ക് ബാലിശമായൊരു പ്രവൃത്തി എന്ന് തോന്നാവുന്ന ഒരു കാര്യം, അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിലൊന്ന് തൊട്ടാൽ മതി ഞാൻ സൗഖ്യം പ്രാപിക്കുമെന്ന് പറയുന്ന ഒരു പ്രവൃത്തി, ഈശോയെ പ്രിയ നിറഞ്ഞവരെ, ഏറ്റവും ആഴമേറിയൊരു വിശ്വാസത്തിൻ്റെ പ്രവൃത്തി. ബാലിശമെന്ന് അപരന് തോന്നാമെങ്കിലും ആ സ്ത്രീയുടെ ജീവിതത്തിലെ ആഴമേറിയ വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തിയായിരുന്നു ആ വസ്ത്രത്തിൽ തൊട്ടാൽ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ തൊട്ടാൽ ഞാൻ സൗഖ്യം പ്രാപിക്കുമെന്നുള്ള വിശ്വാസം. നമ്മളൊക്കെ ജീവിതത്തിൽ എത്രമാത്രം അസ്വസ്ഥതകളിലൂടെ, അസുഖങ്ങളിൽ, രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് പലപ്പോഴും നമ്മൾ. ചില രോഗങ്ങൾ അതിൻ്റെ ഉച്ചസ്ഥായിൽ എത്തുമ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന എന്താണ്? കർത്താവേ, ഇനി എങ്ങനെയാണ് എനിക്കിതിൽ നിന്ന് മോചിതനാകാൻ സാധിക്കുക? പലപ്പോഴും നമ്മൾ ചിന്തിച്ചു പോകാറുണ്ട്. ആ ചിന്തയ്ക്കപ്പുറത്ത് എൻ്റെ കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല എന്നുള്ള ആഴമേറിയ ബോധ്യത്തിൽ വിശ്വാസത്തോടുകൂടി ഈശോയെ, അങ്ങ് എന്നെ സ്പർശിച്ചാൽ, അങ്ങയുടെ വസ്ത്രത്തിന് വിളുമ്പിൽ ഞാനൊന്ന് തൊട്ടാൽ എനിക്ക് പൂർണ്ണ സൗഖ്യം. എത്ര വലിയ രോഗമാണെങ്കിലും, എത്ര വലിയ അസ്വസ്ഥതയാണെങ്കിലും, എത്ര വലിയ പ്രശ്നമാണെങ്കിലും അങ്ങയുടെ അടുത്ത് വന്ന് അങ്ങയെ ഒന്ന് സ്പർശിച്ചാൽ, അങ്ങ് എന്നെയും സ്പർശിച്ചാൽ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ രോഗങ്ങളും, എല്ലാ അസുഖങ്ങളും, അസ്വസ്ഥതകളും മാറിപ്പോകുമെന്നുള്ള പൂർണ്ണമായ ബോധ്യത്തിൽ, വിശ്വാസത്തിൽ എത്ര സമയം നമുക്ക് തമ്പുരാനോട് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ ആഴത്തിൽ ശാന്തമായിട്ടിരുന്നൊന്ന് ചിന്തിച്ച് പ്രാർത്ഥിക്കാൻ പറയുന്നവർ. ഈശോയെ, പലപ്പോഴും ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ വിശ്വാസമുണ്ട് എന്ന് ഞങ്ങൾ പറയുകയും പ്രവൃത്തിയിൽ പ്രകടമാകാതിരിക്കുകയും ചെയ്യുന്നവരാണ് ഞങ്ങൾ. പ്രകടമാക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്നുള്ള ആഴമേറിയ ബോധ്യത്തിൽ തമ്പുരാൻ്റെ അടുത്തിരുന്ന് അവിടുത്തെ അനുഗ്രഹം സ്വന്തമാക്കുവാനായിട്ട് ഞാൻ എന്നെ തന്നെ പൂർണ്ണമായും വ്യയം ചെയ്യണം. ദിവ്യകാരുണ്യ ഈശോനാഥ, പൂർണ്ണമായി ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങൾ കടന്നു പോകുന്ന അസ്വസ്ഥതകളും വേദനകളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ആകുലതകളെല്ലാം അങ്ങേക്ക് പൂർണ്ണമായും അറിയാം. അങ്ങനെ മനസ്സിലാക്കുന്നു. വിശ്വാസത്തോടുകൂടി അങ്ങയുടെ സമീപത്തണയുവാനും അങ്ങിൽ നിന്നും അനുഗ്രഹത്തിൻ്റെ വെളിച്ചം സ്വന്തമാക്കി ഞങ്ങളുടെ ജീവിതങ്ങളിലെ അന്ധകാരമെല്ലാം പരിപൂർണമായി നീക്കിക്കളയുവാനും ഞങ്ങളെ ഓരോരുത്തരെയും ദിവ്യകാരുണ്യ ഈശോനാഥ അനുഗ്രഹിച്ച് ആശീർവദിച്ചാലും. യേശുവേ നന്ദി, യേശുവേ സ്തുതി,
യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. യേശുവേ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്, പ്രൈസ് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ആരാധന, 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 ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഹല്ലേലൂയ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മശക്തി എന്നിൽ നിറയട്ടെ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മശക്തി എന്നിൽ നിറയട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. 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 ആദിമസഭയിൽ നിറഞ്ഞ പോലെ അഭിഷേക കാറ്റായി വീശണമേ. ആദിമസഭയിൽ നിറഞ്ഞ പോലെ അഭിഷേക കാറ്റായി വീശണമേ. പാപശക്തിയെ തകർത്തിടാൻ, ലോകശക്തിയെ തകർത്തിടാൻ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. പാപശക്തിയെ തകർത്തിടാൻ, ലോകശക്തിയെ തകർത്തിടാൻ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.